രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ വികസനത്തിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ജനങ്ങൾക്ക് വികസനത്തിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് പറയുന്നവർ അറിഞ്ഞിരിക്കണം. റോഡും പാലവും ആരോ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന ഒരു ഭരണ സംവിധാനമോ ചെയ്യുന്നത് അഴിമതി കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു റോഡ് പണിയുമ്പം അവർക്ക് കമ്മീഷൻ ഇനത്തിൽ ലക്ഷങ്ങൾ വരുന്നു, പാലം പണിയുമ്പം അതുക്കും മേലെ വരുന്നു. വികസനം എന്ന് പറയുന്നത് ഓരോ രാജ്യത്തെയും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെയും ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുക, ഒരു പ്രദേശത്തിൻ്റെ കാർഷിക വ്യാവസായിക മേഖലയ്ക്ക് പുരോഗതി ഉണ്ടാകുക. ബേസിക്കലി അതാണ് വികസനം. ക്ഷേമ പെൻഷൻ എന്ന് കരുതി കുറേ ആളുകൾക്ക് ഓസിന് പണം കൊടുത്താൽ അത് വികസനമല്ല. നമ്മുടെ ഗവൺമെൻറ്റുകൾ മനസ്സിലാക്കേണ്ടത് ആളുകൾ ഇത് കിട്ടുന്ന പൈസ യഥാർത്ഥത്തിൽ അവർ വികസനം ആണ് ചെയ്തത് എന്ന അർത്ഥത്തിലല്ല. അവർക്ക് അർഹതപ്പെട്ടത് കിട്ടി എന്ന് കരുതി അവരങ്ങ് പോകും. അപ്പോൾ അത് വികസനവും അല്ല താനും. നിങ്ങൾ അതേസമയം ചൈനീസ് പഴമൊഴിയുണ്ട്, നിങ്ങൾ മീനെ പിടിച്ചു കൊടുക്കാതെ മീൻ പിടിക്കുന്നതിനുള്ള വലയും ബോട്ടും ബാക്കി റോ മെറ്റീരിയൽസും സാധനങ്ങളും കൊടുക്കുക. ഇപ്പോൾ ഒരു പ്രദേശത്തെ വികസനം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും മുമ്പോട്ട് കൊണ്ടുപോകുക. നമ്മൾ കേരളത്തിൽ നോക്കുക, കൃഷിഭവനുകൾ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ എത്ര കോടിക്കണക്കിന് പൈസയാണ് വേസ്റ്റ് ആക്കുന്നത്. ഒരു വ്യവസായം ഇവിടെ തുടങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇവിടെ 30 ലക്ഷത്തോളം യുവാക്കൾക്ക് തൊഴിലില്ലാതുണ്ട്. അടുത്ത ജനറേഷനിൽ ഒരൊറ്റ ഒരാൾക്ക് നിങ്ങൾക്ക് തീർച്ചയായും തൊഴിൽ തരാം എന്ന് പറയാനുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകളുണ്ടോ? ഗവൺമെൻറ് മേഖലയിൽ തൊഴിലുകൾ കുറയും. സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് മേഖലയിൽ അത്തരത്തിലുള്ള തൊഴിലവസരങ്ങൾ കൂട്ടുമ്പോൾ ആണ്, ഫാക്ടറികൾ വരുമ്പോഴാണ് അത് കൂടുന്നത്. ഒരു രാജ്യം പുരോഗതിയിലേക്ക് പോയി അല്ലെങ്കിൽ ഈ പറയുന്ന വികസനം ഉണ്ടായി എന്ന് പറയുന്നത്. അല്ലാത്ത വികസനങ്ങൾ, ഈ റോഡോ പാലം, അത് അങ്ങനെ കുന്ത്രാണ് കുളച്ചക്കരൊക്കെ വെറുതെയാണ്. അത് ഇവർക്ക് കമ്മീഷൻ തട്ടാനുള്ള പരിപാടിയാണ്. ശരിയല്ലോ?